ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മ്യൂറൽ പെയിൻറ്റിംഗ് ശൈലിയിൽ ഒരു പോട്ട് പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പഴയ ഒരു മൺകലമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം അതിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. കുറഞ്ഞത് 2 കോട്ടെങ്കിലും അടിച്ചെങ്കിലേ ഇതിനൊരു കറക്റ്റ് വൈറ്റ് കളർ കിട്ടുകയുള്ളൂ. വൈറ്റെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പെൻസിൽ ഉപയോഗിച്ച് ചിത്രം വരച്ചെടുക്കുക. ജലാശയത്തിലുള്ള അരയന്നങ്ങളും താമരയും ഒക്കെയാണ് ഞാനിതിൽ വരച്ചെടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ നെക്ക് ഭാഗത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പെൻസിൽ വെച്ച് വരച്ചതെല്ലാം റെഡ് ഉപയോഗിച്ച് തെളിച്ചെടുക്കണം. ക്രിംസൺ റെഡും ബേൺ സിയനെയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാം റെഡ് കൊണ്ട് തെളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ജലാശയത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം ബ്ലൂ കളർ കൊടുക്കണം. സെറോലിയം ബ്ലൂ ലൈറ്റ് ആക്കിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പോട്ടിൻ്റെ അടിഭാഗം മുഴുവനും ബ്ലൂ കൊണ്ട് തന്നെ അങ്ങ് കവർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയെല്ലാം യെല്ലോ കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് ഭാഗങ്ങളിലെല്ലാം റെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ക്രിംസൺ റെഡ്, യെല്ലോ ഓക്കർ, ബേൺ സിയന എന്നിവ മിക്സ് ചെയ്തിട്ടാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ യെല്ലോ കൊടുത്തതിന് ശേഷമാണ് ഈ റെഡൊക്കെ കൊടുക്കുന്നത്. നമ്മളിത് എളുപ്പ വഴിയിലൂടെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തെന്ന് മാത്രം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 കോട്ട് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് വേറെ കളറാണ് കൊടുക്കുന്നത്. താമരപ്പൂവിനൊക്കെ ഇനി കളർ കൊടുക്കാം. ആദ്യം ഔട്ട്ലൈൻ റെഡ് കൊടുത്തതിന് ശേഷം അകത്തേക്ക് ചെറിയ ഷെയ്ഡിങ് പോലെ കൊടുത്തെടുക്കാം. അങ്ങനെ താമരയെല്ലാം റെഡ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു റെഡ് ലൈൻ പോലെ കൊടുത്തിരിക്കുക. ഇനി ഇലകൾക്കും തണ്ടുകൾക്കുമെല്ലാം ഗ്രീൻ കൊടുക്കണം. സാപ്പ് ഗ്രീൻ ആണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
ഇനി ഇവിടെയൊക്കെ ബ്ലാക്ക് കൊടുക്കണം. നേരത്തെ വരച്ച പൂ പോലെയുള്ള ഡിസൈനിന് ഇടയ്ക്കായിട്ട് ചെറിയൊരു ഗ്യാപ്പ് പോലെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ യെല്ലോ കൊടുക്കാം. ഈ കലത്തിൻ്റെ വക്കിലും യെല്ലോ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഇനി റെഡ് കൊടുത്തെടുക്കാം. അങ്ങനെ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരയന്നങ്ങൾക്ക് കളർ കൊടുക്കാം. ബേൺസ് തന്നെ ഉപയോഗിച്ച് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ചെറിയ ഷെയ്ഡിങ് ഉള്ളിലേക്ക് കൊടുക്കാം. ഇതിൻ്റെ ചുണ്ടുകൾക്കും റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഈ ജലാശയത്തിലെ ഓളങ്ങൾ പോലെ കൊടുത്തിരിക്കുന്നതിനകത്ത് വൈറ്റ് ഉപയോഗിച്ചൊരു ഹൈലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കളർ കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബ്ലാക്ക് ഉപയോഗിച്ച് ഔട്ട്ലൈൻ തെളിച്ചെടുക്കാം. അങ്ങനെ എല്ലായിടവും ബ്ലാക്ക് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പോട്ടിൻ്റെ ഉൾഭാഗം മുഴുവനും അങ്ങ് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ഇനി ഒരു കൂട്ട് വാർണിഷും കൂടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ കളറൊന്നും ഫെയ്ഡ് ആകാതെ നിലനിൽക്കും. ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല. ഇതുപോലെ ഉപയോഗശൂന്യമായ വസ്തുക്കളെ പെയിൻ്റൊക്കെ ചെയ്ത് മനോഹരമാക്കി നമ്മുടെ വീടിൻ്റെ ഉൾത്തളങ്ങളെ മൂടി കുത്തിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.